തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ സകല സ്വപ്നങ്ങളും തകർത്തുകൊണ്ടാണ് വിജയുടെ പാർട്ടിയായ ടി.വി.കെ വലിയൊരു വിജയം നേടിയത്. നിലവിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ് വിജയ്. 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ 108 സീറ്റുകൾ നേടി തന്റെ രാഷ്ട്രീയ അരങ്ങേറ്റത്തിന് ശേഷം നിലവിൽ വിജയ് മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള ഒരു തിരക്കിലേക്ക് കടന്നിരിക്കുകയാണ്. മന്ത്രിസഭാ രൂപീകരണത്തിന് അന്തിമ രൂപം നൽകുന്നതിനായി ചെന്നൈയിലെ പട്ടിനാഭാഗത്തെ തന്റെ വസതിയിൽ എംഎൽഎമാരുമായി ഒരു കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പിന്തുണ വിജയ്ക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ടി.വി.കെ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറിയായ കെ.സി. വേണുഗോപാലിന് കത്ത് നൽകിയിരിക്കുകയാണ്. ആ കത്ത് വിജയ് കത്തയച്ചു എന്ന് കെ.സി. വേണുഗോപാൽ സ്ഥിരീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനമെടുക്കാനായിട്ട് തമിഴ്നാട് കോൺഗ്രസിനോട് കെ.സി. വേണുഗോപാൽ നിർദ്ദേശം നൽകിയതായും വിവരമുണ്ട്. ഹൈക്കമാൻഡ് പച്ചക്കൊടി കാണിച്ച സ്ഥിതിക്ക് കോൺഗ്രസ് തമിഴ്നാട് നേതൃത്വം വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ന് തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേരും. ഇതിലാകും ഒരു അന്തിമമായ ഒരു തീരുമാനമുണ്ടാകാം. നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഉണ്ടാകുമെന്ന വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ഗവർണറും അതോടൊപ്പം തന്നെ തമിഴ്നാട് ഗവർണറുമായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ചെന്നൈയിലേക്ക് തിരിക്കുകയാണ്. ഉച്ചയ്ക്കാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈയിലേക്ക് തിരിക്കാൻ പോകുന്നത്. ഉച്ചയ്ക്കൊരു 1:30-2 മണിയോടുകൂടി ചെന്നൈയിലേക്ക് എത്തും. ടി.വി.കെ അധ്യക്ഷൻ വിജയ് മെയ് 7-നാണ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങളടക്കം ബ്രേക്ക് ചെയ്യുന്നുണ്ട്. 6 പതിറ്റാണ്ടിനിടയിൽ തമിഴ്നാട്ടിലെ വേരൂന്നിയ ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യം തകർക്കപ്പെടുന്ന ആദ്യ സംഭവമാണ് ടി.വി.കെയുടേത്. മെയ് 7-ന് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനോടൊപ്പം വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റ് 9 ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ടി.വി.കെ നൽകിയ കത്ത് കിട്ടിയെന്ന് ഗവർണർ ആർലേക്കർ സ്ഥിരീകരിക്കുന്നുണ്ട്. കൂടാതെ 108 പേരുടെ പിന്തുണ ഉണ്ട് എന്നാണ് കത്തിലുള്ളത്. ആ കത്ത് വ്യക്തമായി പരിശോധിച്ച് മറുപടി നൽകാമെന്നാണ് ലോക് ഭവൻ ഇപ്പോൾ ടി.വി.കെയെ അറിയിച്ചിട്ടുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകാൻ ഉണ്ട്. കേവല ഭൂരിപക്ഷത്തിന് 10 സീറ്റുകളുടെ കുറവ് പാർട്ടിക്ക് ഉണ്ടായതിനാൽ സാധ്യതയുള്ള സഖ്യങ്ങളെ കുറിച്ചുള്ള യോഗം ചേരുമെന്നും പ്രതീക്ഷയുണ്ട്. കാരണം സഖ്യ സർക്കാർ രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് ടി.വി.കെ വൃത്തങ്ങൾ പറയുന്നത്. കോൺഗ്രസും നിരവധി ചെറു പാർട്ടികളും ടി.വി.കെയുമായി കൈകോർത്ത് സർക്കാർ രൂപീകരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് അഭ്യൂഹങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. സഖ്യകക്ഷികൾക്കുള്ള അംഗസംഖ്യ ഉറപ്പാക്കുന്നതിനായി കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പാർട്ടികൾ, അതോടൊപ്പം തന്നെ വിടുതലെ ചിരുതകൾ കക്ഷി, CPIM, CPI, ഇന്ത്യൻ യൂണിയൻ, കൂടാതെ മുസ്ലിം ലീഗ് എന്നിവ ഉൾപ്പെടെയുള്ള മറ്റു ചെറിയ പ്രാദേശിക സംഘടനകളുമായി നടനും രാഷ്ട്രീയക്കാരനുമായ വിജയ് ചർച്ചകൾ നടത്തുമെന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. ഈ പാർട്ടികളിലേക്കുള്ള ക്ഷണങ്ങൾ ഉടൻ അയക്കുമെന്നാണ് ടി.വി.കെ പറയുന്നത്. കോൺഗ്രസും സഖ്യകക്ഷികളും ടി.വി.കെയുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചാൽ വിജയിയുടെ പാർട്ടിക്ക് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും. എന്നിരുന്നാലും വിജയ് നയിക്കുന്ന ഒരു സഖ്യത്തിൽ ചേരാൻ VC-കെയും ഇടതുപക്ഷ പാർട്ടികളും പിരിഞ്ഞു പോകില്ല എന്നാണ്, ആ രീതിയിലേക്ക് പോകില്ല എന്നാണ് DMK ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കാരണം ഇന്ത്യ സഖ്യത്തിലുള്ളത് കൊണ്ട് തന്നെ CPI-യും അതോടൊപ്പം തന്നെ CPM-ഉം ഉൾപ്പെടെയുള്ള മറ്റ് ചെറു പാർട്ടികളൊന്നും തന്നെ വിജയുടെ ടി.വി.കെയിലേക്ക് പോകില്ല എന്നൊരു ആത്മവിശ്വാസം ഇപ്പോഴും സ്റ്റാലിനുണ്ട്. ഇനി വിജയ്ക്ക് ഒരു 10 സീറ്റും കൂടെ കിട്ടിയാൽ അവർക്കൊരു ഭൂരിപക്ഷം തയ്ക്കാനുള്ള സീറ്റ് ആയി. അതിൻ്റെ ഒരു ചർച്ചകളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെന്നൈയിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്.